അധ്യാപക പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തിയും വിളിച്ചോതി കോഴിക്കോട് ഉജ്ജ്വല റാലി KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സാഹിത്യനഗരിയായ കോഴിക്കോടിനെ അലകടലാക്കിയ പ്രകടനവും റാലിയും നടന്നത്. മാർച്ചിൽ അധ്യാപകർ അണിഞ്ഞ ഡ്രസ് കോഡും ശ്രദ്ധേയമായി. ചുവന്ന പതാകകളുമായി അധ്യാപികമാരും അധ്യാപകരും ഒരേ മനസ്സോടെ ഒരേ വസ്ത്രമണിഞ്ഞ് മാർച്ച് ചെയ്തപ്പോൾ കോഴിക്കോട് നഗരം ചുവപ്പിൽ മുങ്ങി. പഞ്ചവാദ്യത്തിൻ്റെയും ബാൻഡ് മേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വർണ്ണാഭമായി നടന്ന പ്രകടനം നഗരത്തിന് വേറിട്ട അനുഭവമായി മാറി. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 10,000-ൽ പരം പേർ ബീച്ച് ഫ്രീഡം സ്ക്വയർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ അണിനിരന്നു. 2000-ഓളം അധ്യാപകരടങ്ങിയ ടീച്ചേഴ്സ് ബ്രിഗേഡ് അംഗങ്ങൾ യൂണിഫോം അണിഞ്ഞ് പ്രകടനത്തിന്റെ ഭാഗമായതും ശ്രദ്ധേയമായി. വളരെ അടിപൊളിയായിട്ടുള്ള ഡ്രസ് കോഡാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കളർ കോമ്പിനേഷൻ ആണ്, കംഫർട്ടബിൾ ആണ്. ഞങ്ങളുടെ അരികിലുണ്ട് അധ്യാപകർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇടയിലേക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ടീഷർട്ട്, ട്രാക്ക് സ്യൂട്ട് എന്നുള്ളത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറായിട്ടും തോന്നി. സാധാരണ സ്കൂളുകളിലേക്ക് പോകുന്ന അധ്യാപകന്റെ വേഷത്തിലും രൂപത്തിലും മാറ്റം വന്നുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിലേക്കാണ് ഈ ഡ്രസ് കോഡ് കൊണ്ടിറങ്ങുന്നത്. കേരളത്തിലുടനീളം 10,000-2,000-ഓളം അധ്യാപകരാണ് ഈ അധ്യാപക ബ്രിഗേഡിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സംഘശക്തി ഞങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു യൂണിഫോമും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്നുള്ള ഉദ്യമവും ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കേന്ദ്ര അവഗണനക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനത്തിന്റെ മുൻനിരയിൽ 34 ബുള്ളറ്റുകളുമായി വനിതകളടക്കമുള്ള പ്രവർത്തകർ അണിനിരന്നിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.